ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന പൊട്ടും ഒരൊറ്റ മുട്ടയും മിക്സിയിൽ കറക്കി നല്ല കിടിലം വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു കിടില റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ബാക്കി വന്ന പൊട്ടും ഒരൊറ്റ മുട്ടയും കൊണ്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പൊട്ടെടുത്തതിന് രാവിലത്തെ ബാക്കിയുള്ള പൊട്ട് കൊണ്ട് വൈകുന്നേരം നല്ലൊരു ചായക്കടി ഇടഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്നത്. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കോ അല്ലെങ്കിൽ 4 മണി ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ അങ്ങോട്ട് ഉടച്ചു വെച്ചതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് ഒരൊറ്റ മുട്ട ഉടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വെറും 5 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലേക്ക് ഞാനിതാ 1.5 തവി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ റവ ഇട്ട് കൊടുത്താലും മതിയിട്ട്. അരിപ്പൊടിയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കണേ. ഇനി ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കി നോക്കി അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിലായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലേക്ക് ഞാനിതാ മധുരത്തിന് ആവശ്യമായ ശർക്കരയിലായി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. ഒന്നങ്ങോട്ട് ചൂടാറിയിട്ട് വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഈ ഒരു സമയത്ത് 2 ശർക്കര ഇതുപോലെ ഒന്നങ്ങോട്ട് കുത്തി പൊട്ടിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒരു ലായനി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലായനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കണ്ടില്ലേ. ഇതേപോലെ ഒന്നങ്ങോട്ട് തിളച്ചാൽ മതിട്ട് നമുക്ക് ലായനി ഉണ്ടാക്കിയെടുക്കാൻ. ഏകദേശം 3/4 ഭാഗമൊക്കെ ചൂടാറണ്ട നമ്മൾ ആ പൊട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. അങ്ങനെ ലായനി ഉണ്ടാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതിന് 5 മിനിറ്റോളം ആയിരുന്നു കേട്ടോ. 5 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ ഒരു പൊട്ടിൻ്റെ ബാക്കിയുള്ള പരിപാടി നോക്കുന്നത്. ഒരു മിക്സിൻ്റെ ജാറ് ഈ ഒരു സമയത്ത് ഞാൻ എടുത്ത് വെച്ചിട്ട് അതിക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ആ ഒരു പൊട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ ചൂടാറിയ ശർക്കര ലായനിയും ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ലൈൻ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. രാവിലത്തെ ബാക്കിയൊക്കെ നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ വൈകുന്നേരം നല്ലൊരു ചായക്കടി മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് വെക്കാനായിട്ടോ. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുക. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിന് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ. അധികം അങ്ങോട്ട് കട്ടിയാവാൻ പറ്റില്ല, അധികം അങ്ങോട്ട് ലൂസാവാൻ പറ്റില്ല. ആ ഒരു രീതിയിലായിട്ട് മാവ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനിതാ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ. ബേക്കിംഗ് സോഡ കുറച്ച് മതിയെ. പിന്നെ വേണ്ടത് കുറച്ച് ഒരു കറുത്തുള്ളുണ്ടല്ലോ, അതും കൂടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു കുയ്യപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചേനെ. അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ബാക്കിയുള്ള വരുന്ന പൊട്ട് കൊണ്ടുള്ള ഈ ഒരു കുയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ട. 5 മിനിറ്റിനോട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓരോ തവിക്ക് ഇങ്ങനെ ഈ ഒരു മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ശർക്കരക്ക് പകരം പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ബാക്കിയുള്ള പൊട്ടുണ്ടെങ്കിൽ കളയേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ കണ്ടില്ലേ, ഞാൻ ഇതിന് നടുവിലുള്ളതൊക്കെ പെട്ടതൊക്കെ ഇങ്ങനെ ആയി കിട്ടേണ്ട. ജസ്റ്റ് അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കിടില റെസിപ്പി റെഡി ആയിന് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ റെസിപ്പി. അങ്ങനെ ഓരോന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു നടുവിലുള്ള ഭാഗം പെട്ടെന്നൊക്കെ ഇങ്ങനെ ആയി കിട്ടിന്. പിന്നെ സൈഡിലുള്ളതൊക്കെ ഞാൻ നടുവിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കളറിങ്ങനെ മാറി വരുന്നതിനനുസരിച്ച് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടീനെ. അങ്ങനെ ഓരോന്നതാ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഈ ഒരു കുയിലേക്ക് ഇങ്ങനെ മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ.
അതും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയാണ്. നമ്മൾ വേവാത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നടുവിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ ഒരു കറക്റ്റിൽ തന്നെ വേവായി കിട്ടുക. അങ്ങനെ ഓരോ തവിയിലും മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മാവ് ഒരുപാട് അങ്ങോട്ട് കൂടരുത്, കുറച്ച് മതി കേട്ടോ. ഈ ഒരു മുക്കാൽ ഭാഗം ഈ ഒരു കൊയിലിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ആ കറക്റ്റിൽ തന്നെ നമുക്ക് കിട്ടുക. അങ്ങനെതാ ഓരോന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സംഭവം. പിന്നെ ടൈം വേണ്ടല്ലോ, പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു കിടിലൻ റെസിപ്പി ഇതാ റെഡി ആയിന് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കറുത്ത കരിഞ്ചീരക നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കട്ടെ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ മുമ്പൊരു വീഡിയോ ഇതുപോലെ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുത്തിന് കേട്ടോ. ഞാൻ ഈ ഒരു ബാക്കി വന്ന പുട്ടും മുട്ടയും കൊണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ കണ്ടല്ലോ നമ്മളെ ഈ ഒരു കിടില റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിൻ്റെ കാണാത്തലൊക്കെ ഉണ്ടായി കണ്ടു നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.